സാധുക്കളാണ്, പാപികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ മദനീയം കുടുംബം ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ അറിയുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. യാ അല്ലാഹ്, ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, ഗർഭിണികളായ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ മെസ്സേജ് അയച്ചവരുണ്ട്, ജയിലിൽ കുടുങ്ങിയവരെ കുറിച്ച് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, ഉപ്പാന്റെ ആണ്ടാണ് ഉമ്മാന്റെ ആണ്ടാണെന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. വീട്ടിലേക്കുള്ള വഴി അത് എളുപ്പമാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കുതുബിയത്തിലേക്ക് ആട് നേർച്ചയാക്കിയവരുണ്ട്. ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഹോസ്പിറ്റലിൽ കഴിയാതെ സുഖമില്ലാതെ കഴിയുന്നവർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞതുണ്ട്. അല്ലാഹുവേ ജയിലുകളിൽ കുടുങ്ങിയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതുണ്ട്. മെസ്സേജ് അയച്ചവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെ പേരും നാടും വിവരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലാഹ്. കാമിലായ ആജിലായ പരിഹാരം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നല്ല മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നുവോ അവരിൽ ആർക്കെല്ലാം മക്കളില്ലാത്ത വേദനകളുണ്ടോ, ആൺമക്കളില്ലാത്തവരുണ്ടോ, പെൺമക്കളില്ലാത്തവരുണ്ടോ, അല്ലാഹുവേ അല്ലാഹുവേ ഈ മാസമെത്തും, ഇപ്പോഴെത്തും, ഈ ദിവസമെത്തും, ഈ കാത്തു നിൽക്കുകയാണ് അല്ലാഹ്. എത്രയും പെട്ടെന്ന് പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് റബ്ബേ ജയിലിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. മോചനം നൽകണേ അല്ലാഹ്. മോചനം നൽകണേ റബ്ബേ. കിട്ടാനുള്ള പണം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ആരുടെ കയ്യിലാണോ ആ പണമുള്ളത് അവർക്ക് കൊടുക്കാനും അത് തിരിച്ചു ലഭിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കടക്കാരായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. കടക്കാരായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേ റബ്ബേ. അതിൻ്റെ വഴികളെല്ലാം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. വീട്ടിലേക്കുള്ള വഴി എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ പരിഹാരം നീ നൽകണേ അല്ലാഹ്. സുഖമില്ലാതെ കിടത്തത്തിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവരെ നോക്കുന്ന ഭാര്യമാരുണ്ട്. യാ അല്ലാഹ് കാമിലായ ആജിലായ ശിഫയും പരിഹാരവും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസറായ ഉമ്മയുടെ മക്കള്, ആ മക്കളെ കണ്ടപ്പോ മനസ്സ് വേദനിച്ചു പോയി. ചെറിയ മക്കളാണ്. അല്ലാഹുവേ അവർക്ക് നല്ല ഭാവി നീ നൽകണേ അല്ലാഹ്. അവരുടെ ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ കൊടുത്ത് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ മക്കളെ നോക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അങ്ങനെ വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മെസ്സേജ് അയച്ചവർ, ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർ, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവർ, ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടിയവർ, അല്ലാഹുവേ ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങൾക്ക് വലിയ പിന്തുണ തന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദ് ഹസുലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇതിൻ്റെ അഡ്മിന്മാര്, അല്ലാഹുവേ ഇതിൻ്റെ മീഡിയ ടീം അംഗങ്ങൾ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്.
അവരുടെ മുറാദുകളും നീ ഹസുലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാ. കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ റബ്ബേ. എല്ലാ നിലക്കും നീ ഇസ്സത്തിലാക്കണേ അല്ലാ, അന്തസ്സിലാക്കണേ അല്ലാ, അഭിമാനത്തിലാക്കണേ റബ്ബേ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ. എല്ലാ ഷർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. സലാമത്ത് നൽകണേ റബ്ബേ. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഈ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ, എല്ലാ ദിവസവും ഞങ്ങളെ ഖുർആൻ ഓതുന്നവർ, ഞങ്ങളെ കൂടെ ദിക്ർ ചൊല്ലുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ, ഹദ്ദാദ് ചൊല്ലുന്നവർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർ, ദുആയിൽ പങ്കെടുക്കുന്നവർ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, ഖായിബാക്കി മടക്കല്ലേ അല്ലാ. അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരിൽ സാഹിര്യങ്ങളുടെ സിഹറുള്ളവരുണ്ടെങ്കിൽ ആ സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാ. ഐനീങ്ങളുടെ ഐന് തട്ടിയവരുണ്ടെങ്കിൽ ആ ഐനുകളെ നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളും അല്ലാഹുവേ നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. എൻ്റെ ഉപ്പയുടെ സഹോദരി കുഞ്ഞിമ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. കാമിലായ ആജിലായ ഷിഫാ നീ കൊടുക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹുവേ ഈമാനോടുകൂടെയുള്ള മരണം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ജീവിതകാലത്ത് നീ നല്ല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ